നീലിറ ഈ യുദ്ധത്തെ പശ്ചാത്തലമാക്കിയ സിനിമയാണ്. പക്ഷേ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ പലപ്പോഴും മടിക്കുന്ന ഒരു സിനിമ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ 1988 ജാഫ്നയിലെ ഒരു രാത്രിയെ അടിസ്ഥാനമാക്കി ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന IPKF സൈനികരുടെ ഒരു മോഡിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ആശയപരമായിട്ട് ഇന്ന് വളരെ ഒരു ശക്തമായ പ്രമേയം തന്നെയാണിത്. കാരണം ഈ യുദ്ധങ്ങളുടെ യഥാർത്ഥ ചരിത്രം പലപ്പോഴും തോക്കുകൾ പിടിച്ചവരുടേതല്ല, അവയ്ക്കിടയിൽ ജീവിച്ചിരുന്നവരുടേതാണ്, സാധാരണക്കാരുടേതാണെന്നൊക്കെ പറയുന്ന ഒരു ഫീലിങ്സ് തന്നെയാണ് ഇവർ ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി തന്നെയാണ്. കാര്യം അവരുടെ ആ കാലഘട്ടത്തിലെ വീടിൻ്റെ ഒക്കെ ഒരു ഘടന, പിന്നെ അതുപോലെ തന്നെ ഭാഷ, ഭക്ഷണം, അല്ലെങ്കിൽ ഈ രാത്രിയുടെ ശബ്ദങ്ങൾ, ഈ മനുഷ്യരുടെ പെരുമാറ്റം, എല്ലാ ഒരു കാലഘട്ടത്തെ വിശ്വസനീയമായ രീതിയിൽ ഇവർ പുനർനിർമ്മിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ യുദ്ധത്തിൻ്റെ നിഴലിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ കാണിക്കാനാണ് സംവിധായകൻ സുമീധരന് ശ്രമിക്കുന്നത്. പല രംഗങ്ങളും ഈ സിനിമ കാണുന്നതിൽ നിന്ന് മാറി ശരിക്കും നമുക്ക് ഈ ഫാമിലിയുടെ തന്നെ ആരുടെയൊക്കെയോ ഒരു ഓർമ്മകൾ പോലെയും നമുക്ക് ചില സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ഭയം എല്ലായിടത്തും ഉണ്ടെങ്കിലും അതിൻ്റെ ആഘാതം പലപ്പോഴും ഈ കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് പൂർണ്ണമായി കടക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. ഈ കുടുംബം ഈ മരണഭീതിയുടെ മുന്നിൽ ഇങ്ങനെ കുടുങ്ങുമ്പോൾ സാധാരണ പ്രേക്ഷകനും ആ ഒരു ശ്വാസമുട്ടൽ അനുഭവിക്കേണ്ടതാണ്. പലയിടത്തും ആ ടെൻഷൻ പൂർണ്ണമായി രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ രംഗങ്ങൾ പെട്ടെന്ന് അവസാനിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങൾ വളരെ നിയന്ത്രിതവും യാഥാർത്ഥ്യപരവുമായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കപില വേണുവും രൂപ കൊടുവായൂരും ഒക്കെ അമിത നാടകീയതയൊന്നും സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങളുടെ മുഖങ്ങളിൽ കാണുന്ന ഈ ഭയവും കാത്തിരിപ്പും ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സൈനികരുടെ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കുമ്പോൾ അധികമായി ഷർട്ട് ധരിക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് ഈ സിനിമയിലെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള സീനാണെന്ന് പറയണം. പ്രത്യേകിച്ച് ഈ യുദ്ധകാലത്ത് സ്ത്രീകൾ ജീവിച്ചിരുന്ന ഈ അദർശ്യ ഭയങ്ങളെക്കുറിച്ച് നമ്മളൊരു നീണ്ട പ്രസംഗം നടത്തുന്നതിനെക്കാട്ടിലും ഗംഭീരമാണ് ഈ ഒറ്റ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഈ നായയുടെ കുര, അതുപോലെ ഈ വാതിലിലെ മുട്ട്, ഈ രാത്രിയുടെ നിശബ്ദത ഒക്കെ ഈ യുദ്ധത്തിൻ്റെ മാനസിക സമ്മർദ്ദത്തെ കൂടുതൽ പ്രകടമാക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. നീലിറ യുദ്ധത്തേക്കാൾ കൂടുതൽ യുദ്ധം മനുഷ്യരിൽ നിന്ന് കവർന്നെടുത്ത സാധാരണ ജീവിതത്തെക്കുറിച്ചുള്ള സിനിമയായിട്ടാണ് മാറുന്നത്. ഈ തോക്കുകളുടെ ശബ്ദം അവസാനിച്ചാലും ഭയം, നഷ്ടം, അതുപോലെ നാടുവിടൽ, ഓർമ്മകൾ എന്നിവ തലമുറകളിലൂടെ തുടരുന്നുവെന്ന് ചരിത്രത്തിൻ്റെ വലിയ ശബ്ദങ്ങൾക്കിടയിലും മറഞ്ഞു പോകുന്ന ഒരു കുടുംബത്തിൻ്റെ രാത്രിയെ ഒരു വലിയ ചേംബർ ഡ്രാമയുടെ ആവശ്യമായ സമ്മർദ്ദത്തിലേക്കോ അല്ലെ ക്ലോസ്ട്രോഫോബിയയിലേക്കോ ഒന്നും കൊണ്ടുപോകാതെ ആത്മാർത്ഥമായ സത്യസന്ധതയോടെയുള്ള ഒരു ശ്രമമായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. തീർച്ചയായും നിങ്ങൾക്ക് ആസ്വദിക്കാവുന്ന സിനിമ.